ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 7 മണി ആയിട്ടുണ്ട്. 7 മണി ആയപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള വെയിലാണ്. കിഴക്ക് നിന്ന് നമ്മുടെ വീട്ടിലോട്ട് ഭയങ്കര വെയിലാണ്. അവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല. നമ്മൾ ആ ടൈൽസിലൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ കാൽ അമ്മാതിരി പൊള്ളും. അത്രയ്ക്ക് വെയിലായിട്ടുണ്ട്. ഇന്നിക്കുന്ന സമയത്ത് നല്ല തണുപ്പായിരിക്കും. ചുറ്റും മഞ്ഞ് വീണതുപോലെ ആയിരിക്കും കിടക്കുന്നത്. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും മട്ടുമാറും, നല്ല വെയിലാകും. അപ്പോൾ നമ്മൾ ശംഖുപുഷ്പമാണ്, നീല കളറിലെ ശംഖുപുഷ്പമാണ് പറിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസിലും അങ്ങനെ കുറേ പറഞ്ഞും കേട്ടിട്ടുണ്ട് ഇപ്പം നീല ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് രാവിലെ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നേരത്തെ കാലത്ത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉള്ളൊരു പ്ലാന്റ് ആയിരുന്നു ഈ ഒരു ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ഇതിൻ്റെ വെള്ള, അതേപോലെ തന്നെ നീല തന്നെ പല ഐറ്റം ഉണ്ട്. ഒറ്റ ഇതളായിട്ട് നിൽക്കുന്നതുണ്ട്, അതേപോലെ തന്നെ ഇതുപോലെ നല്ല കുടം പോലെ ഇങ്ങനെ നിൽക്കുന്ന സൈസും ഉണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാ വീട്ടിലും ഭയങ്കര റെയറായിട്ട് കാണുന്ന ഒരു ഐറ്റവും കൂടിയാണ്. ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും ഇതിൻ്റെ ബെനിഫിറ്റ് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരും നശിപ്പിച്ച് കളയത്തില്ല. അഥവാ ഇപ്പോൾ എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ ഒരു തൈ കിട്ടുമോയെന്നോ അല്ലെങ്കിൽ ഒരു വിത്ത് കിട്ടുമോയെന്നോ ഒക്കെ നോക്കി നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് അത്രയ്ക്കാണുള്ളത്. അപ്പോൾ നമ്മളിത് ഡെയിലി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖസൗന്ദര്യത്തിന്, അതുപോലെ തന്നെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പ് മാറ്റാൻ, കുടവയറില്ലാതാക്കാൻ, ഓർമ്മശക്തി കുറവിന്, വന്ധ്യതയ്ക്ക്, അപ്പോൾ ഇങ്ങനെയുള്ള പല ബെനിഫിറ്റാണ് നമുക്ക് ഈ ഒരു നീല ശംഖുപുഷ്പത്തിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കുടിക്കാം. ഇപ്പോൾ ടീ ആക്കി ചെയ്യുന്നവരുണ്ട്, അതേപോലെ തന്നെ ജ്യൂസ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു നീല ശംഖുപുഷ്പം എടുക്കുക, അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതിനകത്തിൽ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ അങ്ങ് കുടിക്കുക. അപ്പോൾ നമ്മളൊരു 7-8 ഫ്ലേവറാണ് പറിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2.5 ഗ്ലാസ്സോളം വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കുടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോസിലൊക്കെ അവർ പറയുന്നത് ചെറുതായിട്ടുള്ളൊരു കയ്പുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താകുമെന്ന് നമുക്ക് നോക്കാം. ഇതേപോലെ ശംഖുപുഷ്പം അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു നീല കളറ് ഇങ്ങനെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നാരങ്ങാനീരും കൂടിയൊക്കെ ഒഴിക്കുമായിരുന്നെങ്കിൽ ആ ഒരു ബ്ലൂ കളർ മാറിയിട്ട് വയലറ്റ് ഷെയ്ഡിലോട്ട് മാറും. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ചിട്ട് ഇടുമ്പോഴത്തേക്കിനും നമ്മുടെ ആ നീല ശംഖുപുഷ്പത്തിൻ്റെ കളറെല്ലാം കൂടെ നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേനും സ്റ്റൗ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് പിന്നീട് ആ കിടക്കുന്ന ശംഖുപുഷ്പമൊക്കെ അതിനകത്ത് നിന്ന് അരിച്ചു മാറ്റുക. അതിനുശേഷം നമ്മളൊരു ഗ്ലാസ്സിലോട്ട് അതിനെ പകർന്നെടുക്കുക. അപ്പം ഇവിടെ അമ്മയ്ക്കും അനിയനും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമായിട്ടൊന്ന് നോക്കുകയാണ് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ സൈഡിൽ എരിക്ക് നിൽപ്പുണ്ട്. ഇത് നമ്മുടെ അച്ഛൻ നട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ കുറേ ഔഷധ ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. ഈ എരിക്ക് വന്നിട്ട് നല്ലൊരു അണുനാശിനിയാണ്. നമുക്ക് വിവിധ രോഗങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. വന്നിട്ട് പ്രമേഹം, അതേപോലെ തന്നെ ചെവി വേദന, പിന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പാടുകൾ, അപ്പോൾ ഇതിനെല്ലാം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് എരിക്കെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ നീല വെള്ളം സെറ്റായിട്ടുണ്ട്. കുറച്ച് കയ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ പ്രത്യേക ഒരു സ്മെല്ലും ആയിരിക്കും. പക്ഷേ നമ്മുടെ ശരീരത്തിന് ഭയങ്കര ബെനിഫിറ്റാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക.